സിഎസ്കെയുടെ ആദ്യ മത്സരത്തിൽ പരിക്കേറ്റ MS ധോണി കളിക്കില്ല. 2 ആഴ്ചത്തെ വിശ്രമം അനുവദിച്ചു. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറാകും. കീസ് പീറ്റർ വിവരങ്ങളുമായി ചേരുകയാണ്. കഴിഞ്ഞ ദിവസം ചെപ്പോക്കിൽ ഒരു പരിശീലന സെഷനിടയ്ക്ക് ധോണി മുടന്തി നടക്കുന്നു തുടങ്ങിയ വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എല്ലാ കളികളിലും ഉണ്ടാകില്ല എന്നുള്ളത് ആരാധകർക്ക് വലിയ ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. എന്താണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ? മാധു, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പരിശീലന വേളയിൽ ധോണി ചെറുതായിട്ട് മുടന്തി നടക്കുന്നതൊക്കെ കണ്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ചെയ്യുകയും ആരാധകർക്ക് അത് വലിയ നിരാശ സമ്മാനിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ CSK ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്, ധോണി ആദ്യത്തെ മത്സരങ്ങളിൽ ആദ്യ 2 ആഴ്ച ധോണിക്ക് വിശ്രമമാണ്. കാലിന് പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ വിശ്രമത്തിന് താരം പോയിരിക്കുന്നത്. ആദ്യ 4 മത്സരങ്ങൾ 2 ആഴ്ചകളായി നടക്കുന്ന ആദ്യ 4 മത്സരങ്ങൾ ധോണിക്ക് നഷ്ടമാകുമെന്ന് CSK ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ്. മത്സരങ്ങൾ ഇതാണ്. മറ്റന്നാളാണ് CSKയുടെ ആദ്യ മത്സരം. അത് രാജസ്ഥാനെതിരെയാണ്. മറ്റന്നാൾ ഗുവാഹത്തിയിൽ നടക്കുന്ന രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരം നഷ്ടമാകും. ഒപ്പം തന്നെ ഏപ്രിൽ 3-ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബിനെതിരെ നടക്കുന്ന മത്സരം നഷ്ടമാകുന്നു. 5-ാം തീയതി നടക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ നടക്കുന്ന മത്സരത്തിലും ധോണി ഉണ്ടാകില്ല. ഒപ്പം തന്നെ ഏപ്രിൽ മാസം 11-ാം തീയതി ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടക്കുന്ന മത്സരത്തിലും ധോണി ഉണ്ടാകില്ല എന്നാണ് ഉള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ധോണിയുടെ അഭാവത്തിൽ സഞ്ജു സാംസൺ മഞ്ഞ ജേഴ്സിയിൽ വിക്കറ്റ് കീപ്പറായി എത്തും എന്നൊരു വാർത്ത കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തുതന്നെയായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. CSKയിൽ ധോണിയില്ലാതെ, തലയില്ലാത്ത CSK, അത് വലിയ നിരാശ ആരാധകരിൽ സമ്മാനിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ധോണിയില്ലാതെ കളത്തിലിറങ്ങുന്ന താരങ്ങൾക്കും അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കാരണം 2008-ലാണ് ആദ്യമായിട്ട് ധോണി IPL കളിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് പല IPL സീസണുകളിലും ധോണി തന്റെ മികവ് പുറത്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഫിനിഷിംഗ് സ്റ്റൈൽ, ധോണിയുടെ സ്റ്റൈലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതും ആരാധകരെ വലിയ രീതിയിൽ ഒരു കോലിളക്കം ഉണ്ടാക്കുന്നതൊക്കെയാണ്. അപ്പോൾ ധോണിയുടെ അഭാവം അത് ക്യാമ്പിന് വലിയ രീതിയിൽ നിരാശ സമ്മാനിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരിച്ചടിയുമാണ് മാധു.